ഹായ് ഫ്രണ്ട്സ്, ഇത് മഴ കൊണ്ട് ഇലകളൊക്കെ പോയ ഒരു ഫയർ ലോപ്പാനാണ്. ഇതാണ് നമ്മൾ പ്രൂൺ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം വന്നതാണ് ഇതിൻ്റെ പൊടിപ്പുകളും ഈ മുളപ്പുകളെല്ലാം. ഫയർ ലോപ്പന് മാത്രമല്ല, റെഡ് ചില്ലി, പിന്നെ പൂനെ, അതേപോലെ ബട്ടർ കഫേ, അങ്ങനെ കുറേ വെറൈറ്റി ബോഗൺവില്ലകൾ നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന പൊടിപ്പുകളും മുളപ്പുകളും ഒക്കെയാണ് ഇത് കാണുന്നത്. ഫയർ ലോപ്പാനും അതിൻ്റെ സൈഡിൽ കുറേ കൊടുത്തിട്ടുണ്ട്. ഫയർ ലോപ്പാനും പിന്നെ അതേപോലെ പല പല കളറിലുള്ള ബോഗൺവില്ലകൾ നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 20 ദിവസത്തിന് ശേഷം വന്നതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി പ്രൂൺ ചെയ്യാനായിട്ട് വെച്ചാണ്. ഇതാണ് ഈ ഫയർ ലോപ്പാൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. നമ്മൾ പ്രൂൺ ഒരു മാസത്തിന് ശേഷം പ്രൂൺ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങൾ പൊട്ടാഷ്, പിന്നെ അതേപോലെ ഫാക്ടംബേഴ്സ്, പിന്നെ 18, 19 ഇത് നമ്മൾ എൻ്റെ കടയൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം കട തൊടാതെ അരികിൽ ഈ വളമൊക്കെ ചെയ്യുന്നത്, ഈ 3 വളങ്ങൾ. അതിനുശേഷം നമ്മൾ വെള്ളം മഴയില്ലാത്ത സമയത്ത് നമ്മൾ ഇടുന്നതാണ്. മഴ മാറിയതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് പൊടിപ്പുറ നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ 19 ഡൈല്യൂട്ട് ചെയ്തിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ 3 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഒരു ചെടിക്ക് 1/4 ലിറ്റർ വെള്ളം ചെയ്താൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നിറയെ വീണ്ടും ഇന്നുകൂടി പൊടിപ്പെല്ലാം വന്ന് നിറയെ പെട്ടെന്ന് പുഷ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ബോഗൺവില്ലയ്ക്ക് ചെയ്യേണ്ടത്. ഇത് ഈ വർഷത്തെ ബോഗൺവില്ലയുടെ പിക്ചറൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ അതിന് മുമ്പത്തെ കൊല്ലത്തൊക്കെ